നമുക്ക് നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, പിന്നെ വെളുത്തുള്ളി, പെരിഞ്ജീരകം നന്നായിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം കുക്കറിനകത്തേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസും പിന്നെ സവാളയും നന്നായിട്ടൊന്ന് വഴറ്റി അതിനുശേഷം നമുക്ക് തക്കാളി ചേർക്കുക. തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവണം വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് പൊടികളൊക്കെ ചേർക്കുക. മല്ലിപ്പൊടിയും മസാലപ്പൊടിയും മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ചൂടുവെള്ളം ചേർക്കുക കേട്ടോ. ചൂടുവെള്ളം ചേർത്ത് 2 വിസിൽ വരണ വരെ വേവിക്കുക. ഞാൻ കുക്കറിനകത്ത് ഉണ്ടാക്കി എന്താ വെച്ചാൽ നമുക്ക് ബാച്ചിലേഴ്സിന് ഓഫീസിൽ പോകേണ്ടവർക്കൊക്കെ അതാണല്ലോ എളുപ്പം. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അതിനകത്ത് ഇളക്കാനൊരു ബുദ്ധിമുട്ട്, അത് കാരണം ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ മസാല ഒന്നായി വരുമ്പോൾ നമുക്ക് ആ പുഴുങ്ങിയ മുട്ടയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ആ ഗ്രേവി ഒന്ന് തിക്കാവണ വരെ ഒന്ന് തിളച്ചോട്ടെ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ എണ്ണയൊക്കെ തെളിയണ വരെ ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനകത്തേക്ക് ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാം. പിന്നെ ഞാൻ കുറച്ചൊരു പഞ്ചസാരയും കൂടിയും ഇടാറുണ്ട്. എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു ഹോട്ടലിൻ്റെ രുചിയൊക്കെ കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ അതിന് ശേഷം നമുക്കത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം. എന്നിട്ട് നമുക്ക് അപ്പത്തിൻ്റെയോ പിന്നെ ചപ്പാത്തിയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈക്സും കമൻസും അതാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്, അതും ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കപ്പോൾ അതിൽ കൂടെ കാണാം.